വേദവ്യാഖ്യാനത്തിലെ സാഹിത്യ വഴികൾ ഗുരുരത്നത്തോടൊപ്പം ആദരവോടെ. ആമുഖം. ഉസിയ രാജാവ് മരിച്ച വർഷം എന്തെങ്കിലും ആധ്യാത്മിക ചർച്ചകൾ നടന്നുവോ എന്ന് നിശ്ചയമില്ല. പക്ഷെ സ്വകാര്യമായി ഭവനത്തിനുള്ളിലും വൈകാരിക തലത്തിലും ഒക്കെ നടന്നു കാണും. ഇവിടെ ആമുഖം പറഞ്ഞ കെ.എം. ജോർജ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഉസിയാവ് ദീർഘകാലം ഭരണം നടത്തി അതിർത്തി വിസ്തൃതമാക്കിയ ഒരു രാജാവായിരുന്നു. ചില കാര്യങ്ങളിൽ പിഴച്ചു പോയത് മാത്രമേ പലപ്പോഴും യെശയ്യാവ് 6-ാം അധ്യായവും അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിലെ ചില ഭാഗങ്ങളും വായിക്കുന്നവരുടെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. എന്നാൽ ആ രാജാവ് മരിച്ച വർഷം ഒരു യൗവനക്കാരന് ദൈവദർശനം ഉണ്ടായി. പ്രത്യേക ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവയെ അദ്ദേഹത്തിന് കാണാനായി, ജനത്തിന് പരിചയപ്പെടുത്താനായി. യാഗാഗ്നി സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ നാവുകൾക്ക് ശക്തിയുണ്ടായി. ആർ നമുക്ക് വേണ്ടി പോകും എന്ന ആഹ്വാനവും സ്വീകരിക്കുവാനായി. ജോഷുവ അച്ഛൻ പ്രത്യേക ഇടത്ത് ജീവിക്കാനായി മാറ്റപ്പെട്ടതിന്റെ 41-ഓ 42-ഓ ദിവസമാകുമ്പോൾ അദ്ദേഹം പ്രിയം വെച്ച വേദവ്യാഖ്യാനത്തിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ ഉത്തമ ശിഷ്യന്മാർ തന്നെ, ദ ക്രേസി ഡിസൈപ്പിൾസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദ പാഷനേറ്റ് വൺ ഫോർ ദ സ്ക്രിപ്ചർ ഇവിടെ കൂടിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ നമിക്കുന്നു. ഇങ്ങനെയൊന്ന് വിഭാവന ചെയ്യുവാൻ ആകുന്നവർ സോപാനം കയറുവാൻ പലരെയും ക്ഷണിച്ചിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. ആമുഖം വിടുന്നു. രണ്ടാമത്തെ കാര്യം, തിരുവചന പ്രകാശം പൊതുപ്രയോജനത്തിനായി. 1 കൊരിന്ത്യർ ലേഖനത്തിലെ ഭാഗമാണ്. നമ്മൾ ചിലരെങ്കിലും കാർ ഓടിക്കുന്നവരാണ്. വേദബന്ധത്തിലുള്ള കുറഞ്ഞ 4 ചക്രങ്ങളുള്ള ഒരു വാഹനത്തെ കുറിച്ച് ഓർക്കാം. അത് വേദബന്ധത്തിലുള്ളതായതുകൊണ്ട് അതിന് ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, ഫെയ്ത്ത്, ട്രഡീഷൻ, ലൈഫ് സിറ്റുവേഷൻ എന്ന 4 പദങ്ങൾ ചേർക്കുമ്പോൾ ടെക്കോ ഫാറ്റ്ലി എന്ന ചുരുക്ക പേര് ഞാൻ നൽകുകയാണ്. ആ ചക്രങ്ങളാണ് അതിനെ നയിക്കേണ്ടത്, അതിനെ ഓടിക്കേണ്ടത്. The faith context is important. The biblical text is significant. The historical and the related context is to be considered, and the contemporary life situation is to be negotiated. വേദബന്ധത്തിലുള്ള ഈ 4 വീലുകളുള്ള ഈ കാറിന് നമ്മുടെ നിരത്തിൽ ഓടുന്ന കാറുകൾ പോലെ ഒരു 5-ാം വീലും കൂടെ ഉണ്ട്. അത് അതിനുള്ളിലാണ്. ദ സ്റ്റിയറിംഗ് വീൽ. അതാണ് നമ്മൾ ഇവിടെ ഇന്ന് അന്വേഷിക്കുന്ന വ്യാഖ്യാന രീതിശാസ്ത്രം. How we are going to negotiate the curves in the context, depth in the context, with the available 4 wheels and with the help of the steering wheel. വളരെ പ്രായോഗികവും വിവരണാത്മകവും സുവിശേഷ ബന്ധിതവുമായ ഒരു വ്യാഖ്യാന രീതിശാസ്ത്രം ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ വളർത്തിയെടുത്തിരുന്നു എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അത് നല്ല വാക്കിൽ ഇവിടെ ആമുഖം പറഞ്ഞ് അവതരിപ്പിച്ചു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവേശുവിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു. അത് സുവിശേഷ ബന്ധിതമായിരുന്നു, വിളി ബോധ്യത്തോടെയുള്ളതായിരുന്നു, അച്ചടക്കമുള്ളതായിരുന്നു, സാക്ഷ്യം നിർവഹിച്ചതായിരുന്നു. അങ്ങനെ നിർവഹിച്ച ആ ശ്രേഷ്ഠ ഗുരുവിന് മുമ്പിൽ പ്രണാമം. അദ്ദേഹവും സമകാലീനനായിരുന്ന ഗീവർഗീസ് ഒസ്താത്യോസ് തിരുമേനിയും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച ഒരു വേദഭാഗമാണ് ഈ സെക്ഷന് ഞാൻ പേര് കൊടുത്തിരിക്കുന്ന ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലെ ഭാഗം. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആത്മാവ് ഒന്നത്രേ എന്ന് മാത്രമല്ല, ആ വാക്യം ഇങ്ങനെയാണ്: ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടും. പൊതുപ്രയോജനത്തിനായി ആത്മാവിന്റെ പ്രകാശനം എങ്ങനെ നൽകാനാകും എന്നുള്ള ഒരു അന്വേഷണത്തിൽ ഈ വേദഭാഗങ്ങൾ നമ്മൾ വ്യാഖ്യാനത്തിന് വിധേയമാക്കുമ്പോൾ എടുക്കേണ്ട നിലപാടുകളാണ്, എടുക്കേണ്ട രീതിയാണ് നമ്മളുടെ ചിന്താവിഷയം. 3-ാമത്തെ ഭാഗം, വേദവ്യാഖ്യാനം
വ്യാഖ്യാന രീതിശാസ്ത്രത്തിന്റെ വളർച്ച. അധികം ചരിത്രപരമായ അന്വേഷണം ഞാൻ നടത്തുന്നില്ല, എങ്കിലും അത് ആദ്യ ഭാഗമായതുകൊണ്ട് അതും വേണ്ടി വന്നിരിക്കുന്നു. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ 1-ാം നിയമത്തിലും 2-ാം ഉടമ്പടിയിലും, ഫസ്റ്റ് ടെസ്റ്റമെന്റ് ആൻഡ് സെക്കൻഡ് വൺ, വേദവ്യാഖ്യാനത്തിന്റെ പല തലങ്ങൾ കാണാനുണ്ട്. മോശെ വിമോചകനായിരുന്നു, നിയമദാതാവായിരുന്നു, അതേസമയം നിയമവ്യാഖ്യാതാവുമായിരുന്നു. അതാത് സന്ദർഭങ്ങളിൽ കാലികമായി നിയമം വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു അദ്ദേഹം. സെലോഫഹാദ് ഡോട്ടേഴ്സിന് അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തത് അവർക്ക് ഗുണമായി. ഇന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കേരളത്തിൽ ചില സെലോഫഹാദ് ഡോട്ടേഴ്സ് എഴുന്നേറ്റ് വന്നിട്ടുമുണ്ട്. പഞ്ചഗ്രന്ഥത്തിൽ തന്നെ കഥാരൂപത്തിൽ ചേർത്തിരിക്കുന്നവ അക്കമിട്ട് നിയമങ്ങളായും വിവരണാത്മക വിട്ട് പ്രസ്താവങ്ങളായും സ്റ്റേറ്റ്മെന്റ്സ് ആയും ചേർത്തിട്ടുണ്ടല്ലോ. ആവർത്തനം 26:5 ചേർത്തിട്ടുള്ള വിശ്വാസ പ്രമാണ രീതിയിലുള്ള ഭാഗം, എന്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യനായിരുന്നു, ചുരുക്കം പേരോടുകൂടി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പാർത്തു, വലിയൊരു ജാതിയായി തീർന്നു, മിസ്രൈമിനെ അവരെ പീഡിപ്പിച്ചു, ജനം മോശയുടെ നേതൃത്വത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ നീട്ടിയ ഭുജത്താലും മഹാബലിയ അത്ഭുതങ്ങളാലും വിടുവിച്ച് ഇവിടെ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ പ്രദേശത്തെ കൊണ്ടുവന്ന് കുടിപാർപ്പിച്ചു എന്നിങ്ങനെയുള്ള ആ 26:5 ഡ്യൂട്രോണമിയിലെ ഭാഗം, അത് ഒരു ക്രീഡൽ രൂപമാണ്, ഒരു വിശ്വാസ പ്രഖ്യാപന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. And that creed incorporates many things, aspects in their history. Of course, certain important ones are missing in it. The Sinai event is missing. ഇതൊരു വ്യാഖ്യാന രീതി ശാസ്ത്ര സൂചനയായി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു തന്നെ മശിഹ എന്നതായിരുന്നല്ലോ ഈ ആദിമസഭയുടെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഏർലി കെറിഗ്മ ഓഫ് ദി ചർച്ച്. അത് ആവർത്തിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ പല ഭാഗത്ത് 17-ാം അധ്യായം 18-ാം അധ്യായത്തിൽ ഒന്നിലധികം ഭാഗം, തുടർന്നുള്ള പ്രസംഗങ്ങളിലൊക്കെ അത് ചേർത്തിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം ആദിമസഭ ഏറ്റെടുത്തപ്പോൾ ആ അടിസ്ഥാനത്തിൽ ആരാധനയും ഗ്രന്ഥരൂപീകരണവും ഗ്രന്ഥവ്യാഖ്യാനവും ഉണ്ടായി. നമുക്കറിയാം, അപ്പോഴാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടണമെന്ന് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടായത്. ആദിമസഭയിൽ നേരിട്ട് സാക്ഷ്യം വന്ന അപ്പോസ്തലന്മാരുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ, ഇത് ഞാൻ ദിവ്യബോധനം 1-ാം പുസ്തകത്തിൽ, with due credit to C.C. Jerianachan and the author who is remembered rightly over here, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാം യൂണിറ്റിലുള്ള കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ എണ്ണം കുറയുകയും കർത്താവിന്റെ വരവ് താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഭ വളർന്നു വന്നപ്പോൾ ഇനി വാചികമായി കൈമാറി വന്നിരുന്ന ഈ ഓറലി ട്രാൻസ്മിറ്റഡ് ഫസ്റ്റ് വിറ്റ്നസ്, അത് ഇനി അങ്ങനെ നിൽക്കില്ല, അത് എഴുതപ്പെടണം എന്ന് തോന്നിയപ്പോൾ ആ ബോധ്യത്തിലാണ് സുവിശേഷങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. It was when the apostolic college was becoming a vanishing minority in the early church, they felt the need to write down. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ അത് എഴുതപ്പെടുന്നു. അത് തുടർന്നുള്ള അപ്പോസ്തോലിക പിതാക്കന്മാരുടെ the whole patristic കാലഘട്ടം, അവിടെ വ്യാഖ്യാനത്തിന്റെ പൂക്കാലം തീർത്ത വേദവ്യാഖ്യാനത്തിന്റെ പെട്രിസ്റ്റിക് കാലഘട്ടം, തുടർന്നുള്ള കാലഘട്ടം മധ്യകാലഘട്ടമെന്നോ ഇരുണ്ട കാലഘട്ടമെന്നോ ഒക്കെ പറയുമെങ്കിലും വ്യാഖ്യാനത്തിന് വേറെ ചില രീതികളുണ്ടായി. റിഫോർമേഷൻ കാലഘട്ടം ഉണ്ടായി. അതിന് തൊട്ടു മുമ്പുള്ള 2 നൂറ്റാണ്ടുകളിൽ പ്രത്യേക അന്വേഷണത്തിന്റെ ത്വരയുണ്ടായി. മോഡേണിറ്റിയുടെ കാലഘട്ടം വേദവ്യാഖ്യാന ശാഖയ്ക്ക് വളർച്ചയുണ്ടാക്കി. ആധുനികോത്തര കാലഘട്ടത്തിൽ വേറെ ചില ഊന്നലുകൾ ഉണ്ടായി. വേദവ്യാഖ്യാനത്തിന് കോണ്ടെക്സ്റ്റുവൽ ഐഡന്റിറ്റി ഊന്നലുകൾ ഉണ്ടായി. ഗ്രാൻഡ് നറേറ്റീവ്സ്, മെറ്റാ നറേറ്റീവ്സ്, സുവിശേഷങ്ങളെന്നോ അല്ലെങ്കിൽ വേദപുസ്തകമെന്നോ രാമായണമെന്നോ മഹാഭാരതമോ ഒക്കെ പറയാവുന്ന ഗ്രാൻഡ് മെറ്റാ നറേറ്റീവ്സ്, അതിനൊപ്പം സ്മോൾ നറേറ്റീവ്സിനെ കുറിച്ചുള്ള ബഹുമാനമുണ്ടായി. വോയിസസ് ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി റെസ്പെക്റ്റഡ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ദർ വോയിസസ് ഷുഡ് ബി റെസ്പെക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്നിങ്ങനെയുള്ള ഊന്നലുകൾ ഉണ്ടായ ആ കാലഘട്ടവും വേദവ്യാഖ്യാനത്തിന് വളർച്ച നൽകിയ കാലഘട്ടം തന്നെയാണ്. 4-ാം ഭാഗത്തേക്ക് വരാം. പെർസ്പെക്റ്റീവൽ എംഫസസ് പ്ലൂറൽ in the distinct approaches to the text. All through the centuries there were distinct perspectival emphasis. കാഴ്ചപ്പാടുകൾ, ചില ഊന്നലുകൾ ഉണ്ടായി concerning the biblical text. പ്രധാനമായി 4 കാഴ്ചപ്പാട് ഉണ്ടായതായിട്ട് നമുക്ക് പൊതുവായിട്ട് പറയാം. Perspectives on the text of the Bible all through the ages. നമ്മൾ ഇതിനെ തിരുവചനമായി സമീപിക്കുകയാണ്. ഇവിടെ തിരുവചനമായി സമീപിക്കാത്ത ആളുകൾ ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. പക്ഷെ തിരുവചനം മാത്രമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? വേറെ ചില ആളുകൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ്, പഴയകാല ചരിത്രം, അത് പഴയകാല സാമൂഹിക ചരിത്രം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്,
അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉതകുന്ന ഒരു ഗ്രന്ഥമല്ലേ ഇത്? തീർച്ചയായും ഇറ്റ് ഈസ് എ ലിറ്റററി ഡോക്യുമെന്റ്. ഇതൊരു സാഹിത്യ സൃഷ്ടിയാണ് എന്നന്വേഷിക്കേണ്ടതല്ലേ? ഇറ്റ്സ് എ ഡോക്യുമെന്റ് ദാറ്റ് കുഡ് ബി ഓർ നീഡ് ടു ബി കോണ്ടെക്സ്റ്റുവലി വ്യൂഡ് ആൻഡ് ഇന്റർപ്രറ്റഡ്. ഇത് ജീവിത സാഹചര്യത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ലേ? അതൊരു ഊന്നലായിരുന്നു, പെർസ്പെക്റ്റീവൽ ഊന്നലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. അവിടെയാണ് നമ്മുടെ ഈ സെഷനിലെ പ്രധാന ചിന്ത വരുന്നത്. ലിറ്റററി അപ്രോച്ച് ടു ദ ബിബ്ലിക്കൽ ടെക്സ്റ്റ്. ഈ കാഴ്ചപ്പാടുകളിൽ അതാണ് അഞ്ചാമത്തെ നമ്മുടെ ഈ ഭാഗം. ഈ കാഴ്ചപ്പാടുകൾ വേദഗ്രന്ഥം ഒരു സാഹിത്യ സൃഷ്ടിയാണ്, സാഹിത്യം മാത്രമാണെന്ന് പറയുന്നില്ല, സാഹിത്യ സൃഷ്ടിയാണ് എന്ന കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് നമ്മുടെ അന്വേഷണം. മറ്റേതൊരു സാഹിത്യ സൃഷ്ടി എന്നതുപോലെ നോവലിന്റെ ഭാഗങ്ങൾ, ചെറുകഥയുടെ ഭാഗങ്ങൾ, നോവലൈറ്റായി കാണപ്പെടാവുന്ന അംശങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും ജോസഫിനെ സംബന്ധിച്ചുള്ള ഭാഗമുണ്ടല്ലോ, ബുക്ക് ഓഫ് ജനസിസ് 37 to 50. അതൊരു നോവലൈറ്റാണ്. കഥാപാത്രങ്ങളുണ്ട് ഇതില്, അവർക്ക് മനോവ്യാപാരങ്ങളുണ്ട്, സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, സംഭവ വിവരണങ്ങളുണ്ട്. ചരിത്രത്തിന്റെ കാര്യമാണെങ്കിൽ ചരിത്രത്തിൽ പറയപ്പെടുന്ന വ്യക്തികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ഇവന്റ്സിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, കാലഗണനയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഹിസ്റ്റോറിയോഗ്രാഫിക് എലിമെന്റ്സ് അതിലുണ്ട്. ഈ ഗ്രന്ഥത്തിൽ യാത്രാ വിവരണങ്ങളുണ്ട്, യുദ്ധ വിവരണങ്ങളുണ്ട്, സുന്ദരമായ യുദ്ധ വിവരണങ്ങളുണ്ട്, ബയോഗ്രഫിക്കൽ ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ sections are there, simple thematic essays are there in the text, speeches, discourses, prayers are there, concept documents, concepts on future, laments, praises, simple anecdotes, ഉപകഥകൾ, poems, അങ്ങനെ പലതും സാഹിത്യ സൃഷ്ടിയായി കരുതുമ്പോൾ ആ സാഹിത്യ സൃഷ്ടിക്ക്, ഈ സാഹിത്യ സൃഷ്ടിക്ക് അത്തരത്തിൽ ഇതിലൂടെ, വായനയിലൂടെ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും കൂടെ നമ്മൾ നമ്മുടെ തലമുറയെ ആഹ്വാനം ചെയ്യേണ്ടതല്ലേ? വായനക്കാരൻ ഇതിലെ പ്രത്യേക ദൈവ സന്ദേശം എന്ത് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് ഒപ്പമോ അതിന് മുകളിലോ ഈ ടെക്സ്റ്റിനുള്ള സന്ദേശം രൂപപ്പെടുത്തുന്ന ആ സൗന്ദര്യമുള്ള നറേറ്റീവിന്റെ സൗന്ദര്യവും അതിന്റെ രീതിയും അന്വേഷിക്കേണ്ടതല്ലേ എന്ന ഒരു പ്രത്യേക കാര്യം ഈ ലിറ്റററി പെർസ്പെക്റ്റീവിലാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കണം. ലിറ്റററി ബ്യൂട്ടി ഷുഡ് ബി ഡ്രോൺ അണ്ടർനെർത്ത് ഫ്രം ദിസ് ബുക്ക്. ആറാമത്തെ കാര്യം, അത് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് ഈ വേദഭാഗത്തെ കാണുകയാണ്. ടെക്സ്റ്റുവൽ ആൻഡ് ഓറൽ ഹെർമന്യൂട്ടിക്സ്. ടെക്സ്റ്റുവൽ ഹെർമന്യൂട്ടിക്സ് ആണ് ഒന്നാമത്തേത്. അതാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത്, അതായത് ഏറെ പരിചിതവും അന്വേഷിക്കപ്പെട്ടിട്ടുള്ളതുമാണിത്. അതുകൊണ്ട് രണ്ടാമത്തേത്, അതായത് ഓറൽ ഹെർമന്യൂട്ടിക്സ്, ഉദാഹരണ സഹിതം നമുക്ക് കൂട്ടായി ചിന്തിക്കാനായിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ സമയക്രമീകരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കതിന് പരിശ്രമിക്കാം. ഓറൽ ഹെർമന്യൂട്ടിക്സ് എന്നുള്ളതിനൊരു നല്ല മലയാള പദം ഇവിടെ, അതിന് നല്ല മലയാളം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. വാചിക വ്യാഖ്യാന ശാസ്ത്രമെന്നോ അനുഭവ വ്യാഖ്യാന ശാസ്ത്രമെന്നോ നമുക്ക് പറയാം. വാചിക പാരമ്പര്യമായിട്ട് ഏറെക്കാലം നിലനിന്നതാണ് ബിബ്ലിക്കൽ ടെക്സ്റ്റ്, മറ്റുള്ള അതുപോലെ തന്നെ പുരാതന ടെക്സ്റ്റുകളും എന്ന് നമുക്കറിയാം. അപ്പോൾ അത് പല ആവർത്തി വായിച്ച് അതിൻ്റെ ഒറാലിറ്റി, വാചിക അനുഭവം, അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമോ? അതിനൊരു 5-6 കാര്യങ്ങളുണ്ട്. അതൊരു എക്സ്പീരിയൻഷ്യൽ വ്യാഖ്യാനമാണ്, അനുഭവിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ കഥാപരിധി എന്താണ്? ഫ്രെയിം നറേറ്റീവ് എന്ന് പറയും. അതിന് ഉദാഹരണം ഞാൻ പുറകെ പറയാം. അത് കണ്ടെത്തിയ ശേഷം വേദവ്യാഖ്യാന ഭാഗത്തുള്ള വാക്കുകൾ അന്വേഷിക്കാം. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മോശ കഥാപാത്രമായിരിക്കുന്നത് പോലെ യഹോവയും അതിലെ കഥാപാത്രമാണ്. പുതിയ നിയമത്തിൽ തീർച്ചയായിട്ടും കഥാപാത്രങ്ങളായി തന്നെ എല്ലാവരെയും കാണണം. അതിൽ വാങ്മയ ചിത്രങ്ങൾ ഏതൊക്കെയുണ്ട്, അവിടെയുള്ള സംഭാഷണങ്ങൾ അത് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്, വൈകാരിക മുഹൂർത്തങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, ഇതൊക്കെ അന്വേഷിക്കേണ്ടത്. കഥാംശങ്ങളിലെ നാടകീയതയും നമുക്ക് എടുക്കേണ്ടതുണ്ട്. സമയദൈർഘ്യം, ഇത് അവതരിപ്പിക്കുന്നതിലെ സമയദൈർഘ്യവും നമ്മൾ അന്വേഷിക്കണം. വിശദീകരണം പുറകെയുണ്ട്. നറേറ്റീവിൽ ഗ്യാപ്പുണ്ട്, ചിലയിടത്ത് വിവരണങ്ങൾക്ക് അന്തരമുണ്ട്. ആ അന്തരങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് പൂരിപ്പിച്ച് ഫില്ലിംഗ് ദ ഗ്യാപ്പ്, അത് നമുക്ക് ചേർക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ
നമ്മൾ അടുത്തത് നിങ്ങൾ പ്രാർത്ഥിച്ചോണം, നമ്മൾ പരിശ്രമിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പരിശ്രമം ആദ്യമായി നടത്തുകയാണ്, ഈ ഓറൽ ഹെർമന്യൂട്ടിക്കൽ എന്നുള്ളത് തന്നെ. അതുകൊണ്ട് റിട്ടേൺ ഓഫ് ദി ഓറൽ ഹെർമന്യൂട്ടിക്സ് എന്ന പുസ്തകം നമുക്ക് നെറ്റിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. സ്റ്റെഫൻ്റെയാണ് അത്, നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഈ ഓറൽ ഹെർമന്യൂട്ടിക്സിനെ കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. വേദഭാഗം ആവർത്തിച്ച് വായിച്ച്, ഞാൻ മുൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഫ്രെയിം നറേറ്റീവ് കണ്ടെത്താം. ഫ്രെയിം നറേറ്റീവിന് സുന്ദരമായ ഒരു ഉദാഹരണം പുതിയ നിയമത്തിലുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം നിങ്ങൾ എഴുതുമ്പോൾ താഴോട്ട് നോക്കിയിരിക്കും, നിങ്ങൾ ഇങ്ങോട്ട് നോക്കാത്തതുകൊണ്ട് എൻ്റെ 2-3 മിനിറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ സ്പീഡിനെ ബാധിക്കുന്നുണ്ട്. ഇവിടെ സമയം പറയാനായിട്ട് ഞാൻ മുന്നിൽ ഇരിക്കുന്ന ഫിലിമോൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് കൃത്യമായി 3 മിനിറ്റ് തീരേണ്ടതിന് 3 മിനിറ്റ് മുമ്പ് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകും. നിങ്ങൾ എൻ്റെ 3 മിനിറ്റ് അപഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കൂ. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള ഭാഗത്തിന് നമ്മൾ പർവ്വത പ്രസംഗം എന്ന് പറയും. എന്തുകൊണ്ട് പറയും? അതിനൊരു കാരണമുണ്ട്. അതിന്റെ ഫ്രെയിം നറേറ്റീവ് നമ്മളെ അത് പഠിപ്പിച്ചിരിക്കുകയാണ്. അത് തുടങ്ങുമ്പോൾ പറയുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാരെയും മലമുകളിലേക്ക് കയറിപ്പോയി. അത് തീർന്നപ്പോൾ പറയുന്നു, അത് അവസാനിച്ചിട്ട് തൊട്ടടുത്ത വാക്യം അതാണ്, അടുത്ത അധ്യായത്തിലാണെന്നേ ഉള്ളൂ, അവൻ ഇപ്പം മലയിൽ നിന്ന് ഇറങ്ങി വന്നറിയാം. സോ ഇറ്റ് ഈസ് ഫ്രെയിംഡ്. ഒരു ഫ്രെയിമിനകത്തേക്ക് അതിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ആ യൂണിറ്റ് കൃത്യമായി കണ്ടെത്തുക. 1001 രാവുകൾ എന്ന ഗ്രന്ഥത്തിനൊരു സുന്ദരമായ ഫ്രെയിമുണ്ട്. അതിൽ അറേബ്യൻ നൈറ്റ്സ്, അതിലെ ഗ്രന്ഥത്തിൽ അവലംബിച്ചിരിക്കുന്ന വിവരണ രീതി ഇതാണ്. തന്റെ പുരുഷനോട് ഓരോ രാത്രിയിലും കഥ പറയാൻ തുടങ്ങുന്ന ഷഹറസാദ് എന്ന മിടുക്കി, അവൾ 1001 രാവുകളും കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഫ്രെയിം. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ടെക്സ്റ്റ് എടുക്കാം. 2 Kings 4:1-7. അവിടെ നമുക്ക് ഈ ഓറൽ ഹെർമന്യൂട്ടിക്സ് അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. മുൻ പറഞ്ഞ 7-8 കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഫ്രെയിം നിങ്ങൾ അതിനകത്തുനിന്ന് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. മോവാബ്യർ വിട്ടുപോയതിന് ശേഷം ഏലീശ ശൂനേമിലേക്ക് പോയതിനും ഇടയിലുള്ള ഒരു സംഭവമാണ് ഇതിൽ അതിർ നിർദ്ധയിച്ച് ഫ്രെയിം നറേറ്റീവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മുൻ പറഞ്ഞ 7-8 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമുക്കൊന്ന് പരീക്ഷിക്കാം. നമ്മൾ പറഞ്ഞു അത് ക്യാരക്ടർ, അതുപോലെ പിക്ചറൈസേഷൻ, അതൊക്കെയാണ് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു. ഒരു പ്രഭാത സമയം അവിടെ ആ ടെക്സ്റ്റിലില്ല, ബട്ട് വി ആർ ആട്രിബ്യൂട്ടിംഗ്. പ്രവാചകനെ ഏലിശ തന്റെ താമസസ്ഥലത്തെ തൊടിയിൽ നിൽക്കുകയാണ്. കള വളർന്ന് പൊങ്ങിയിട്ടുണ്ട്. അത് പറിച്ചു കളയാനായിട്ട് ചില ശിഷ്യന്മാർ കൂടിയിരിക്കുന്നു. ഏതാനും ശിഷ്യർ അവിടെ അപ്പുറത്തുള്ള ആടിനെ നിർത്തിയിട്ട് പാല് പിഴിഞ്ഞെടുക്കുകയാണ്. ഒരു ശിഷ്യൻ ദൂരെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ചെന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, നമ്മുടെ ഗവേറത്ത് വന്നിട്ടുണ്ട്, മാഡം, മുതിർന്ന സ്ത്രീ എന്നർത്ഥം. കാണാൻ വന്നിരിക്കുന്നു, വരാൻ പറയും. അവർ അടുത്തു വരും. ശിഷ്യന്മാർ അകലേക്ക് മാറി. സ്ത്രീ പറയുകയാണ്, അവർ വിതുമ്പുകയാണ്. അദ്ദേഹം എന്തോ ഒന്ന് ചോദിച്ചു പറഞ്ഞു. അവരുടെ കരച്ചിൽ ഉറക്കെയായി. അങ്ങയുടെ ശിഷ്യൻ മരിച്ചിട്ട് 6 മാസം തികഞ്ഞു. അവിടെ സമയം കൊടുത്തിട്ടില്ല ടെക്സ്റ്റിൽ, പക്ഷേ നമുക്ക് ഊഹിക്കാം. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കടക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും? അവർക്ക് പേരവിടെ കൊടുത്തിട്ടില്ല. വി ആർ ആട്രിബ്യൂട്ടിംഗ് എ നെയിം. ഷിപ്ര. പിള്ളേർ 2 എന്തോ പറഞ്ഞു. അവരെന്തി? പിന്നൊരു നിലവിളിയായി. ഇന്നലെ ഗുരു വന്ന ഒരുത്തൻ, കടം വാങ്ങിച്ചത് തിരിച്ചു വാങ്ങിക്കാൻ വന്ന ഒരുത്തൻ ആട്ടിൻകുട്ടിയെയും 2 ആട്ടിൻകുട്ടികളെയും ഒരു തള്ളയെയും പിടിച്ചുകൊണ്ട് പോയി. അവിടെ ഇരുന്ന ആ ഭരണി എടുത്തുകൊണ്ട് പോകാൻ നോക്കി. ഇളയവൻ കൊടുത്തില്ല. മൂത്തവൻ അയാളോട് യാചിച്ചു. പ്രവാചക, അങ്ങ് തന്ന ഭരണിയും എണ്ണയുമാണ്, അതവൻ കൊടുത്തില്ല. അപ്പോൾ പ്രവാചകൻ ഓർത്തു. പ്രവാചകനെ ഓർമ്മിപ്പിക്കുവാൻ അവൾ പറഞ്ഞതായിരുന്നു അത് ഓർത്തു. അവിടെ വി ആർ ഫില്ലിംഗ് ദ ഗ്യാപ്പ്. ഷിപ്രയുടെ തോളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, കഥകിൽ മൂട്ടിക്കൊണ്ടല്ല, മകളെ നീ ഭാരപ്പെടേണ്ട. ഭരണിയിൽ അല്പം എണ്ണയുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുപോലെ ഭരണി കിട്ടുമെങ്കിൽ കടം വാങ്ങി വീട്ടിൽ വെക്കേ. കിട്ടുന്ന പാത്രമൊക്കെ ഇന്ന് രാത്രി ശേഖരിച്ചു വെക്കൂ. അകത്തെ മുറി വെക്കണം കേട്ടോ. നീയും മക്കളും അവിടെ ഇരിക്കും. എണ്ണ എത്തിപ്പോകില്ല. നീ അത് വിറ്റുപജീവിക്കും, കടവും വിടും. ഇമ വെട്ടാതെ തന്നെ നോക്കിയ ഷിപ്രയെ തലയാട്ടി ധൈര്യപ്പെടുത്തി പ്രവാചകൻ പറഞ്ഞയച്ചു. അവളുടെ കാലുകൾക്ക് വേഗവും മുഖത്തിന് പ്രസന്നതയും കളിയാടി. ശേഷം കഥയിലുള്ളത് പല പ്രാവശ്യം വായിച്ച് അതുകൂടി നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക. അവൾ ഇരുന്ന് ജീവിക്കാൻ വേണ്ടിയല്ല അവളെ പറഞ്ഞു വിട്ടത്. വ്യാപാരം ചെയ്ത് ഉപജീവിക്കണം എന്നാണ് പറയുന്നത്. വ്യാപാരം തുടങ്ങുവാനും ഈ ഇദ്ദേഹത്തെ വന്ന് കാണാനുമുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു, മരണം കഴിഞ്ഞ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. 41-ാം ദിവസമായിരിക്കുന്നു. കടക്കാരുടെ മുമ്പിൽ
ചൂളാതെ കുഞ്ഞുങ്ങളെ പുലർത്തുവാൻ അവളെ അദ്ദേഹം ധൈര്യപ്പെടുത്തി അയക്കുകയാണ്. നമ്മൾ 3-4 കാര്യം കണ്ടു. ഫ്രെയിം നറേറ്റീവ്, ക്ലോസ് റീഡിംഗ്, പിക്ചറൈസേഷൻ, ഫില്ലിംഗ് ദ ഗ്യാപ്പ്. അതിൽ ഇനി വേഗത്തിലൊന്ന് വായിക്കട്ടെ. വേദകഥയിലുള്ള കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ച് അവരുടെ സംഭാഷണങ്ങൾ ഇതുപോലെ പുനരാവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും. ക്യാരക്ടറൈസേഷൻ, ഡയലോഗ്സ്, ദ മെത്തഡോളജി ഈസ് മോസ്റ്റ്ലി ക്യാരക്ടർ സെൻട്രിക്. വിവരണത്തിൽ സംഭവങ്ങൾ വിവരിക്കുന്നതിൽ ഉൾച്ചേർന്നിരിക്കുന്ന സമയദൈർഘ്യം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ സമയം തീർന്നു. ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു. ആ മിനിറ്റിൽ ഞാൻ തീർക്കും. പ്രവാചക ശിഷ്യന്റെ മരണം കഴിഞ്ഞ ഉടനെ ആകില്ല ആ സ്ത്രീ പ്രവാചകനെ കാണാനെത്തിയത്. അവരുടെ പേര് ആ വിവരണത്തോട് ചേർത്ത് പറഞ്ഞു. സംഭാഷണത്തിൽ സംഭവിച്ച മരണമോ മരണകാരണമോ അനുബന്ധമായി ചർച്ച ചെയ്യാനിടയുള്ള കാര്യങ്ങളോ അല്ല അവർ പറയുന്നത്. മറിച്ച് എനിക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ സാധിക്കും. അത് സമയ ഗ്യാപ്പിനെ കാണിക്കുന്ന നറേറ്റീവ് ടൈം, ദർ ഈസ് ടൈം ഗ്യാപ്പ് എന്നുള്ളത് കൃത്യമായും ഓർമ്മിപ്പിക്കുക. മാതാവിനോടും അവർ തമ്മിലും മാതാവിനോടും പലതും ചോദിച്ചും പറഞ്ഞുമായിരിക്കണം കുട്ടികൾ ഈ പാത്രങ്ങൾ ശേഖരിച്ചു വെച്ചത്. തുടർന്ന് അവർ ജീവിക്കുന്നു. ഗോ ആൻഡ് സെൽ ദ ഓയിൽ ആൻഡ് പേ യുവർ ഡെറ്റ്സ്. പണം പിരിക്കുന്നത് പോലെയല്ല വ്യാപാരം ചെയ്ത് ശേഖരിക്കുന്നത് എന്ന് അവിടെ പറയുന്നു. They were asked to release their energy and remain together. They were asked to sell and live. ചുരുക്കത്തിൽ വേദകഥയിലെ അംശങ്ങൾ സൂക്ഷ്മമായി കണ്ടെത്തി അവയിൽ വാചിക പാരമ്പര്യത്തിലേക്ക് തുറക്കുന്ന സൂചനയുടെ വാതിലുകളാണ് നമ്മൾ കണ്ടെത്തുവാനായി ഞാൻ ക്ഷണിക്കുന്നത്. വിവരണത്തിലെ സമയദൈർഘ്യം, വിവരണാന്തരം, സംഭാഷണം, നാടകീയത, വാങ്മയ ചിത്രങ്ങൾ എന്നിവയിലൂടെ കടന്ന് വേദവിവരണത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും അതിലൂടെ വേദവിവരണം എങ്ങനെ ആണ് സന്ദേശം രൂപീകരിക്കുന്ന അനുഭവിക്കാൻ ഇടയാകും. ലാസ്റ്റ് സെന്റൻസ്. ഒപ്പം മുൻപറഞ്ഞവയിലൂടെ അത് വേദഭാഗത്തിന്റെ വാചിക തലത്തിലേക്ക്, ഓറൽ സ്റ്റേജിലേക്ക് കടക്കുവാനും ശ്രമിക്കാം. അതിൽ ചിലത് മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ എന്ന ചിന്തയോടെ ആ വേദഭാഗം വായിച്ച് അനുഭവിക്കുക. ദിസ് ഈസ് വിത്ത്